സംസ്ഥാനത്ത് ശമനമില്ലാതെ കൊടും ചൂട് തുടരുന്നതിനിടെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം അല്പസമയത്തിനകം ചേരും. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പിന് പിന്നാലെ ഓറഞ്ച് അലേർട്ടും നിലനിൽക്കുകയാണ്. ഇന്നും വിവിധയിടങ്ങളിൽ ആളുകൾക്ക് സൂര്യാതപമേറ്റു. കനത്ത ചൂടിനൊപ്പം അൾട്രാവയലറ്റ് സൂചികയും ഉയരുകയാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ജലാശയത്തിൽ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി ഉത്പാദനത്തിൽ ആശങ്ക നിലനിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന്റെ വിവരങ്ങൾ നൽകാൻ അജ്മൽ ദിറാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ വിജയൻ, ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് താഴുന്നത് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. കോഴിക്കോട്ട് താമരശ്ശേരിയിലെ സൂര്യാതപത്തിന്റെ വിവരങ്ങളുമായി അനീഷ് ദേവസ്യ ഉണ്ട് നമ്മളോടൊപ്പം. അതോടൊപ്പം തന്നെ താനൂരിലെ മറ്റൊരാൾക്ക് സൂര്യാതപം ഏറ്റിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ് അതിന്റെ സമ്പൂർണ്ണമായ വിവരങ്ങൾ നൽകും. അജ്മൽ ദിറാറിലേക്ക് ആദ്യം. അജ്മൽ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരാൻ പോകുന്നു അല്പസമയത്തിനകം തന്നെ. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നു എന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ചായിരിക്കുമല്ലോ പ്രധാനമായും ഈ ഉന്നതതല യോഗത്തിൽ ചർച്ചയാകാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിന്റെ ഗൗരവം എത്രത്തോളമുണ്ട്? എന്തൊക്കെ വിശദാംശങ്ങളാണ് ഇപ്പോഴുള്ളത്? സംസ്ഥാനത്ത് കൊടും ചൂട് തുടർന്ന് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തൃശ്ശൂരും അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലകൾ അടക്കമുള്ള ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് താപനില ഉയരുകയും UV ഇൻഡെക്സ് ഉയർന്നു നിൽക്കുകയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂര്യതാപമേൽക്കുന്നവരുടെയും സൂര്യാഘാതമേൽക്കുന്നവരുടെയും എണ്ണം വർദ്ധിക്കുക കൂടി ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇന്ന് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ഉന്നതതല യോഗം ആരംഭിക്കും. ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ വിവിധ മന്ത്രിമാർ അതോടൊപ്പം തന്നെ വകുപ്പ് സെക്രട്ടറിമാർ, ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും 2 വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരിക. ഒന്ന് എന്ന് പറയുന്നത് ഈ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ 2024 ശേഷം സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കേണ്ടത് എന്ന പശ്ചാത്തലം എന്താണ്, അതിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്താണ്, എന്തൊക്കെയാണ് സൂര്യതാപത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ അവർക്ക് കൂടുതൽ നൽകേണ്ട ജാഗ്രത നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നീ വിഷയങ്ങളാകും ഇന്ന് ചർച്ചയായിട്ട് വരിക. ഏതായാലും അല്പസമയത്തിനകം തുടങ്ങുന്ന ഈ ചർച്ചയിൽ, ഈ ഉന്നതതല യോഗത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകളും കൂടുതൽ വിശദാംശങ്ങളും പുറത്തുവരും. ഏതായാലും സംസ്ഥാനത്ത് ഈ തുടരുന്ന കാലാവസ്ഥ 27-ാം തീയതി വരെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ, ഇപ്പോൾ നിലനിൽക്കുന്ന കാലാവസ്ഥ 27 വരെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാലും സംസ്ഥാനത്തെ ഇവിടെ പാലക്കാട്, തൃശൂർ ഈ 2 ജില്ലകളെ നമ്മൾ പ്രത്യേകം എടുത്ത് പരിശോധിക്കണം എന്ന് തോന്നുന്നു. കാരണം അവിടെ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തുടർച്ചയായി ഉഷ്ണം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അതിതീവ്ര ചൂട് നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയായുള്ള ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 2 ജില്ലകൾക്ക് മാത്രമായി പ്രത്യേകം എന്തെങ്കിലും ഒരു സവിശേഷമായ രീതിയിൽ ഇവരെ പരിഗണിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ആ നിലയ്ക്ക് എന്തെങ്കിലും വിവരങ്ങൾ വരാൻ അല്ലെങ്കിൽ ആ തരത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഈ 2 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ കഴിഞ്ഞ ദിവസം അവധി നൽകിയിരുന്നു. ഏതാണ്ട് 41 ഡിഗ്രിക്ക് പുറത്തേക്ക് ചൂട് കടന്നേക്കും എന്നത് മുൻകൂട്ടി കണ്ടാണ് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില ഇന്നും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. തൃശ്ശൂർ ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താമെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഇന്നലെ പാലക്കാട് ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തിയത് 39.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങൾ രേഖപ്പെടുത്തിയ 40 ഡിഗ്രിക്ക് മുകളിലേക്ക് പോയ താപനിലയെ അപേക്ഷിച്ച് താരതമ്യേന കുറവെന്ന് നമുക്ക് പറയാം. അപ്പോഴും പാലക്കാട് ജില്ലാ കളക്ടർ അടക്കം ഇന്നലെ നൽകിയ നിർദ്ദേശം, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളുമൊക്കെ ജില്ലയിലുള്ള പൊതുജനങ്ങളൊക്കെ പാലിക്കണമെന്നാണ്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ പറഞ്ഞതുപോലെ തൃശ്ശൂർ പൂരം നാളെ മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ഈ കൂടി പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി താപനില കൂടി ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ 2 വിഷയങ്ങളും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.